പക്ഷെ ഗവൺമെന്റ് ലൈസൻസ് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും മദ്യം വിൽക്കുന്നു. പുക വലിക്കുന്ന ആൾക്കാർ നല്ലതായതുകൊണ്ടാണ് അല്ല. പക്ഷെ എന്തുകൊണ്ട് സമൂഹത്തിൽ പൊതുനിരത്തിൽ മദ്യപിക്കരുത് അല്ലെങ്കിൽ പുക വലിക്കരുത്? കാരണം ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക. ഇത് കൊള്ളത്തില്ല, മനസ്സിലായി എന്ന് സമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും അതിന്റെ അവയർനെസ് കൊടുക്കുന്നു. പക്ഷെ ഈ അവയർനെസ് ഇല്ലാതെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ നിബന്ധനയില്ല. കാരണം ഇവർ ഉപയോഗിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് അവിടെ ഇത് ഫുൾ ടൈം ഉപയോഗിക്കാത്ത ഭാഗം. അവിടെ വേറെ സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കും. വേറൊരു സംഘടനയായിട്ട് മാറുകയും ലഹരി ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും ചില ആൾക്കാർ, ചില കോളനികൾ ഉണ്ടാകുകയും. മനസ്സിലായ? അത് ഭയങ്കര വലിയ വിഭാഗതയിലോട്ടാണ്. കാരണം അതിനകത്ത് നിന്നാണ് വയലൻസും സൈക്കോപാത്തുകളൊക്കെ ഉണ്ടാകുന്നത്. ഭയങ്കര വലിയ ദോഷമുണ്ടാകുന്ന ഭാഗമാണ്. ഒരു ഫേക്ക് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാണല്ലോ. കാരണം അവര് എന്തും ചെയ്യല്ലേ. സ്വന്തം അമ്മയെ കഴുത്തറുത്ത് മുറിച്ച് ഈ പറയുന്ന മയക്കുമരുന്നിന് വേണ്ടിട്ട് പോകും, ഈ ലോകത്ത് നിൽക്കാൻ വേണ്ടി. അതെ, മനസ്സിലായി? അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? അടിസ്ഥാനപരമായിട്ട് നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് പകരം അതിനേക്കാൾ ഭയാനകരമായിട്ടല്ലേ കാശിന് വേണ്ടിയിട്ട് മനുഷ്യൻ കാശുണ്ടാക്കി പ്രമാണിയാകുക. ഒരു വേറൊരു ടോക്ക് കേട്ടതാണ്. ഒരു ഡോക്ടർ ക്ലാസ് കൊടുക്കുകയും ഒരു ധനികന്റെ കുട്ടിക്ക് ഒരിക്കലും എല്ലാ ലക്ഷറീസും കൊടുക്കരുത്. അവൻ വലിയ വീട്, അവനെല്ലാം മുന്തിയ കാറുകൾ, ഇതൊക്കെ കൊടുത്താൽ പിന്നെ അവൻ എന്ത് ചെയ്യാനാണ്? അവനെന്ത് പിന്നെ ഒന്നും ചെയ്യാൻ? വലിയ വീട് വെക്കുന്നതും ഏറ്റവും വലിയ ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്നതും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന തലമാണെന്ന് കരുതുന്ന വിഡ്ഢികളാണ്. ഒരു ഡോക്ടറാണ് ഒരു ക്ലാസ് കൊടുക്കുന്നത് കേട്ടത്, മനസ്സിലായ? അപ്പൊ ഇത്രയേ ഉള്ളു മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലക്ഷറീസ് ആയുള്ള കാറിൽ പോയി പിന്നെ ഇനി അതിനപ്പുറത്തോടൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഭാഗത്താണ്. അതല്ല ജീവിതം. എന്നുവെച്ചാൽ അവനവനിൽ തുടരുക എന്ന് പറയുന്നത് എത്രത്തോളം നടക്കുന്നു അതാണ് ജീവിതം. അതിൽ വലിയ കാറ് മേടിച്ച് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഉയർന്ന തലത്തിലെത്തി, അതുകൊണ്ട് ഇവന് ഇനി ഒന്നും ചെയ്യാനില്ല, അതാണ് ഹൈലൈറ്റ്. അതല്ല, അവന്റെ ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനമാണ് ഏറ്റവും വലിയ ടെക്നോളജി. അതിൽ തുടരുക എന്നുള്ളതാണ്. തുടരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ തുടരുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഭാഗത്ത് അവരെ കൊന്നുകളയുക. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മള് പരസ്പരം സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് പോലും അറിയാത്തൊരു സമൂഹമാണ്. സംസാരിക്കുമ്പോൾ നമ്മുടെ വിവേകം വർദ്ധിക്കുകയാണ്. ഞാനും കുറെ തീരുമാനം എടുത്തു, അപ്പുറത്തേക്ക് നാളെ കുറെ തീരുമാനം എടുത്ത്